ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 നേരം നിസ്കാരം നിർവഹിച്ചാൽ, വസ്വാമത് ഷഹ്റഹാ, പരിശുദ്ധ റമളാനിൽ അവൾക്ക് നിർബന്ധമായ വ്രതാനുഷ്ഠാനം അവൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, വഹഫിളത് ഫർജഹാ, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അള്ളാഹുവിന് വേണ്ടി അവർ സംരക്ഷിക്കുകയും ചെയ്താൽ, ഇനിയുള്ളതാണ് അതിൻ്റെ പൂർണ്ണത, വഅത്വാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ നല്ല മാർഗത്തിൽ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ദഖലത് ജന്നത റബ്ബിഹാ, അവൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ, അവളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ അവൾ പ്രവേശിച്ചവളാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാരായ നമ്മുടെ സൗഭാഗ്യം, നമുക്ക് അള്ളാഹു ജീവിതത്തിൽ ഉത്തമയായ ഒരു ഭാര്യയെ സഹധർമ്മിണിയായി നൽകുക എന്നതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ഹദീസുകളിൽ ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അല്ലാഹു തആല വിജയിപ്പിച്ചു എന്നതിൻ്റെ അടയാളമാണത്. മിൻ സആദത്തിൽ മർഇ, ഒരു വ്യക്തിയുടെ വിജയത്തിൽപ്പെട്ടതാണ്. 4 കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 1, വിശാലമായ ഒരു ഭവനം. 2, സദ്വൃത്തയായ ഒരു ഭാര്യ. 3, നല്ല ഒരു അയൽവാസി. 4, അവന് സംതൃപ്തിയേകുന്ന, അവനിണങ്ങുന്ന ഒരു വാഹനം. ഈ 4 കാര്യങ്ങൾ പൂർണ്ണമാകുമ്പോൾ അള്ളാഹു അവനിൽ വിജയം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് എന്നാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദവും ജീവിതത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച നമ്മുടെ പ്രിയതമ അവൾ സന്തോഷവതിയായി ഭർത്താവിൻ്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരു ഇണയെ കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകരമാകുന്നത്. ഒരു സ്ത്രീയുടെ മഹാസൗഭാഗ്യം ഇന്ന് പല രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ രംഗത്തും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ള പരാതി വ്യാപകമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പ്രചരണങ്ങൾ വ്യാപകമാണ്. പലപ്പോഴും അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു കാര്യം, സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നേർക്കൊരു ആയുധം ലഭ്യമായി എന്ന ഒരു പ്രതീതിയാണ് പലർക്കുമുള്ളത്. അടുക്കളയിലെ കരിപിടിച്ച കലത്തോടൊപ്പമാണ് ഇസ്ലാം സ്ത്രീയെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പലരും പറയുന്നു. പർദ്ദക്കുള്ളിൽ മൂടിയിട്ട് അവളെ പരിപൂർണമായും ആരും കാണാത്തവളായി, ആർക്കും നോക്കാൻ പാടില്ലാത്തവളായി, എല്ലാവരാലും തഴയപ്പെടുന്നവളായി ഇസ്ലാം അവളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പലരും അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയുടെ മഹത്വത്തെ ഉയർത്തിക്കൊണ്ട് അവളെ സംബന്ധിച്ച് പറഞ്ഞത്, അദ്ദുന്യാ കുല്ലുഹാ മതാ വ ഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹാ. ഐഹിക ലോകം മുഴുവൻ മനുഷ്യന് സുഖം നൽകുന്ന വസ്തുക്കളാണ്. ആ സുഖഭോഗ വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅത്തു സ്വാലിഹാ, നല്ല ഒരു സ്ത്രീയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാവുക എന്നതാണ് ഒരു പെണ്ണിൻ്റെ ഭാഗ്യം, ഒരു സ്ത്രീയുടെ സൗഭാഗ്യം അതാണ്. അതല്ലാതെ അവൾ ഭരണാധികാരിയാവുക എന്നതല്ല, അവൾ ഉദ്യോഗസ്ഥയാവുക എന്നതല്ല, അവൾ ഏറ്റവും ഉന്നതമായ രീതിയിൽ അറിയപ്പെടുന്ന ഒരു നർത്തകിയാവുക എന്നതല്ല, വലിയ വലിയ സമ്മാനങ്ങൾ നേടി പത്രങ്ങളിൽ ഫോട്ടോകൾ വരുന്ന മകളോ ഭാര്യയോ
അതല്ലെങ്കിൽ ആ രീതിയിലുള്ളവരോ ആവുകയല്ല. ഒരു പെണ്ണിന്റെ ഭാഗ്യമായി നാം കാണേണ്ടത് അള്ളാഹുവിന്റെ ദീൻ കാണുന്നത് അങ്ങനെയല്ല. അൽ മർഅത്തു സ്വാലിഹാ, ഉത്തമയായ ഒരു സ്ത്രീയായി മാറുക എന്നുള്ളതാണ്. ഇത് വെറുതെ അങ്ങ് മാറുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. ഇതിനൊരു വലിയ ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്ത്രീ, നമ്മൾ ആൺകുട്ടികളെ സംബന്ധിച്ചു പറയുന്നത് പോലെ തന്നെ, ഒരിക്കലും അവൾ ഒരു പ്രഭാതത്തിൽ ഏറ്റവും നല്ലവളായി ഏറ്റവും സൽസ്വഭാവിയായി മാറും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. അതിന് വലിയ ഒരു ഉത്തരവാദിത്തം ഉമ്മയുടെയും ബാപ്പയുടെയും പക്കലുണ്ട്. വരാനിരിക്കുന്ന തലമുറയിലെ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ഏറ്റവും നല്ലവരാക്കി വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ബാധ്യതയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പിന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട്. ആൺകുട്ടികളുടെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നവർ പോലും പെൺകുട്ടികളുടെ കാര്യത്തിൽ ആ ശ്രദ്ധ കാണിക്കുന്നത് പലപ്പോഴും കാണാറില്ല. വളരെ ഗൗരവതരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്കെത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് നിന്ന് തൻ്റെ കൂട്ടുകാരിയെ കാമുകന് വേണ്ടിയിട്ട് കാറിൽ വിളിച്ചു കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പരിശുദ്ധ റമദാനിലെ പകലിൽ. അത് ചെയ്തതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. എന്നോട് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വളരെ വേദനയോടുകൂടെ ഒരു സംഭവം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ കണ്ടക്ടറാണ്, ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ക്ലീനറായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞു, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് ഈ ഏപ്രിൽ മാസത്തിൽ ഊട്ടിയിലേക്കൊരു ടൂറ് പോയി. ഞങ്ങളിങ്ങനെ നാട് കാണിച്ചുരം കിടക്കുന്ന സമയത്ത് വാഹനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ മുഴുവൻ പെൺകുട്ടികളാണ് ഇതിലുള്ളത്, അതുകൊണ്ട് അവരുടെ അടുക്കൽ ലഹരിയോ മറ്റൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾ കയറി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വാക്കിലോ മറ്റോ വിശ്വസിച്ചുകൊണ്ടാകണം ആ ചെറുപ്പക്കാരൻ പറയാണ്, അയാൾ പരിശോധിക്കാതെ പോയി. ഒരല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ നാട് കാണിച്ചുരം കടന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഊട്ടിയിലെ ഒരു പ്രദേശത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വാഹനം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി എന്നെ വിളിച്ചു, 2 കുട്ടികൾ എന്നെ വിളിച്ചു. എന്തിനാണ്? ലഗേജുകൾ വെക്കുന്ന ബസ്സിന്റെ താഴ്ഭാഗത്ത് ഭാരമേറിയ 2 കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് നിന്ന് അവിടെയുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ആ ക്യാമ്പസിൽ നിന്ന് ടൂർ പോയ ആ കുട്ടികൾ, അവർ ഏതോ രീതിയിൽ സംഘടിപ്പിച്ച മദ്യം പരസ്യമായി കഴിക്കുന്നതും അതിനെ തുടർന്ന് അവരുടെ ബഹളങ്ങളും അവരുടെ നൃത്തങ്ങളുമൊക്കെ ആ ചെറുപ്പക്കാരൻ വളരെ വേദനയോടുകൂടെ എന്നോട് വിവരിക്കുകയുണ്ടായി. നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മറ്റു പഠന മേഖലകളും ജോലികളുമൊക്കെ ഒരു ശ്രദ്ധയുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം തടയിടണമെന്നല്ല പറയുന്നത്. ഉമ്മമാരുടെയും ഉപ്പമാരുടെയും നിതാന്ത ജാഗ്രത അവരുടെ ദീനിയായിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ ദുന്യാവിലെ ഏറ്റവും ഉത്തമ സമൂഹമായിട്ട് മാറാൻ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് കഴിയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ആല ജാരിയതൈൻ, ഒരാൾ 2 പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ ഹത്താ തബ്ലുഗാ, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ, ജാഅ യൗമൽ ഖിയാമത്തി അനാ വഹുവ കഹാതൈൻ, ഞാനും അവരും നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഈ 2 വിരലുകൾ ഒരുമിച്ചതുപോലെയായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ 3 പെൺകുട്ടികളെ പോറ്റി വളർത്തി, ഫഅദ്ദബഹുന്ന, അവർക്ക് മര്യാദ പഠിപ്പിച്ചു, അവർക്ക് ലജ്ജാശീലം പകർന്നു കൊടുത്തു, അവരുടെ വസ്ത്രധാരണത്തിലുള്ള മര്യാദകൾ അവരെ ബോധ്യപ്പെടുത്തി, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉമ്മയും ഉപ്പയും അവർക്ക് നൽകി.
ആൺകുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെയൊക്കെ തന്നെ പെൺകുട്ടികളെ വളരെ ചെറുപ്പം മുതൽ തന്നെ തൊട്ടടുക്കളിരുത്തി പരിശുദ്ധ ഖുർആൻ പരിശീലിപ്പിച്ചു. മനോഹരമായി ഖുർആൻ ഓതാൻ കഴിയുന്നവരായി, മനോഹരമായി അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാൻ സാധ്യമാകുന്നവരായി പെൺകുട്ടികളെ അവർ വളർത്തി. ഒരു മടിയോ അതല്ലെങ്കിൽ ഒരു കുറവോ അദബിൻ്റെ കാര്യത്തിലോ അവർക്ക് നൽകാവുന്ന നേർമാർഗത്തിൻ്റെ കാര്യത്തിലോ ഒരു കാരണവശാലും ഈ മാതാപിതാക്കൾ നൽകിയിട്ടില്ല എങ്കിൽ, ഒരു കുറവും വരുത്തിയിട്ടില്ല എങ്കിൽ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅഹ്സന ഇലൈഹിന്ന, അവർക്ക് നൽകാൻ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം എല്ലാം അവർക്ക് നല്ല രീതിയിൽ ഈ ഉമ്മ നൽകിയാൽ, ഈ ബാപ്പ നൽകിയാൽ, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഞാനും അവനും സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഷഹാദത്ത് ചൊല്ലു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കാരണം അവർ പിൽക്കാലത്തൊരു ഇണയായി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് അവർ ഒരു മറ്റൊരാളുടെ സഹധർമ്മിണിയായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരു വലിയ തലമുറയെ, മക്കളെ, പേരക്കിടാങ്ങളെ ഈ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താനുള്ള ഒരു ഉത്തരവാദിത്തം ആ പ്രിയതമയുടെ മേലിൽ അല്ലാഹു തആല ഏൽപ്പിച്ചതുകൊണ്ട് അതിനവൾക്ക് കഴിയണമെങ്കിൽ എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ ഈ പറയുന്ന നന്മകൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പകർന്നു നൽകിയേ മതിയാവൂ. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുനാ റബീഅത്ത് ഇബ്നുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ പ്രസിദ്ധനായ ഇമാമായിരുന്നു, അറിയപ്പെട്ടിരുന്ന മുഹദ്ദിസായിരുന്നു, ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്നയാളായിരുന്നു. റബീഅത്ത് ഇബ്നുൽ ഫറൂഖിന് 27 വയസ്സ് പൂർത്തിയായ സമയം അദ്ദേഹം ഒരു ദിവസം ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു അപരിചിതൻ വന്നു. വന്നയാളോട്, റബീഅത്ത് ഇബ്നുൽ ഫറൂഖിനോട് ഈ വന്നയാൾ ചോദിക്കുകയാണ്, ഈ അപരിചിതൻ ചോദിക്കുകയാണ്, ആരാണടാ എൻ്റെ വീട്ടിൽ? റബീഅ ചോദിച്ചു, നിങ്ങളുടെ വീടോ? ഇത് എൻ്റെ വീടാണല്ലോ. നിങ്ങളുടെ വീടോ? ഇത് എൻ്റെ വീടാണല്ലോ. രണ്ടാളുകളും ചെറിയ രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ റബീഅയുടെ ഉമ്മ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സംസാരം കേൾക്കുകയാണ്. പടച്ചവനേ, എനിക്ക് സുപരിചിതമായ ശബ്ദമാണല്ലോ. വീടിൻ്റെ പുറത്തേക്ക് വന്നു. വന്നയാളുടെ മുഖത്തേക്ക് നോക്കി, മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നിന്റെ സംസാരം നിർത്ത്. എന്താണുമ്മ? നീ സംസാരിക്കുന്ന ആളാരാണെന്നറിയോ? 27 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകനെ തടഞ്ഞപ്പോൾ പൊന്നുമകൻ ഉപ്പയോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഉപ്പാ, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. ളുഹറിന്റെ ബാങ്ക് വിളിച്ചല്ലോ, നമുക്കത് കഴിഞ്ഞു വന്ന് നമുക്ക് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ളുഹറിന്റെ സമയമായതുകൊണ്ട് വേഗത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് നടന്നുപോയി. ഫറൂഖ് എന്ന ഉപ്പയുണ്ടല്ലോ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. തൻ്റെ ഭാര്യ അവിടെ ഇരിക്കുകയാണ്. ഭാര്യ സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. താൻ പങ്കെടുത്ത ജിഹാദുകളെ കുറിച്ച്, 27 കൊല്ലം അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. റബീഅയുടെ ഉപ്പ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, 27 കൊല്ലം മുമ്പ് ഞാൻ ജിഹാദിന് വേണ്ടി പുറപ്പെടുമ്പോ ഞാൻ നിന്റെ കയ്യിൽ ഒരു 20,000 ദീനാറുകൾ തന്നിരുന്നല്ലോ. നീ അതെങ്ങനെ ചെലവഴിച്ചു? നീ അതെങ്ങനെ ഉപയോഗിച്ചു? എനിക്കത് പറഞ്ഞു തരണം. നിന്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ചെലവഴിക്കലുകൾ എനിക്കറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുഖിയായിരിക്കുന്ന
പ്രിയതമ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ളുഹറിന്റെ ബാങ്ക് വിളിച്ചില്ലേ, ജമാഅത്തിന്റെ സമയമായിരിക്കുന്നു, നമ്മുടെ പൊന്നുമോൻ പോയത് കണ്ടില്ലേ, ഇൻഷാ അല്ലാ നിങ്ങൾ ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു വരൂ, അത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാനത് വിവരിച്ചു തരാം. അദ്ദേഹം യാത്ര ചെയ്തു, പള്ളിയിലേക്ക് പോയി. നിസ്കാരത്തിന് വളരെ പിറകിലാണ് സ്ഥലം കിട്ടിയത്. നിസ്കാരം കഴിഞ്ഞു, ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ട റബീഅയുടെ ഉപ്പയുണ്ടല്ലോ, ഫറൂഖ് ഉണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ ഒരാളെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഹദീസുകൾ പറയുന്നുണ്ട്. എന്തൊരു രസമാണത് കേൾക്കാൻ. ദൂരെയായതുകൊണ്ട് മുഖം വ്യക്തമാകുന്നില്ല. വളരെ സന്തോഷത്തോടെ ആ വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുക്കലുള്ള ആളോട് റബീഅയുടെ ഉപ്പ ചോദിച്ചു, അതാരാണ് സംസാരിക്കുന്നത്? അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? എന്തേ ഈ നാട്ടിലെ ആ ചെറുപ്പക്കാരനെ അറിയാത്തവരില്ല? ഹാദാ റബീഅത്തു ഇബ്നുൽ ഫറൂഖ്, അത് ഫറൂഖിന്റെ മകനായ റബീഅയാണ്. റബീഅയുടെ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അറിയാതെ എൻ്റെ പ്രിയതമ എനിക്ക് വേണ്ടി എൻ്റെ മകനെ പോറ്റി വളർത്തിയിരിക്കുന്നുവല്ലോ. ഞാൻ ജോലിക്ക് പോയിട്ടും ഞാൻ ജിഹാദിന് പോയിട്ടും എൻ്റെ സാന്നിധ്യമില്ലാതെ ഖുർആനുകളും ഹദീസുകളും അത് പഠിപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പള്ളിയിൽ ജനങ്ങളുടെ മുമ്പിൽ നിന്നത് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള യോഗ്യതയിലേക്ക് എൻ്റെ പ്രിയതമ എന്നെ എത്തിച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ മകനെ എത്തിച്ചിരിക്കുന്നുവല്ലോ. സന്തോഷത്തോടെ വീട്ടിലേക്കിറങ്ങി തൻ്റെ ഭാര്യയുടെ അടുക്കൽ പോയി പറഞ്ഞു, പെണ്ണേ, എനിക്ക് നീ ആ 20,000 ദീനാറുകളുടെ കഥ പറഞ്ഞു തരേണ്ട. കാരണം അതിനേക്കാൾ വലിയ ഉത്തമമായ ഒന്നാണല്ലോ അതിന് പകരം എനിക്ക് നീ നൽകിയിരിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പെൺകുട്ടികളെ അൽ മർഅത്തു സ്വാലിഹ, ഏറ്റവും ഉത്തമകളായവരാക്കി നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മുടെ ഇണ ആരാവണമെന്ന് പറയുന്നത്. അതിങ്ങോട്ട് എത്താനുള്ള ചില മാർഗങ്ങൾ, ചില കാരണങ്ങൾ അള്ളാഹു തആല നമ്മിൽ തരുന്നേ ഉള്ളൂ. പടച്ചവന്റെ തീരുമാനം എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ ഭാര്യ ആരാവണം? എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് ആരാകണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, മനുഷ്യരായ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അവൻ സംവിധാനിച്ചു എന്നത്. പുരുഷന്മാരെ, നിങ്ങൾക്കുള്ള ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കുള്ള ഭർത്താവിനെ അത് അള്ളാഹു ഒരുക്കി എന്നത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നൽകുന്ന ഒന്നാണ്. ആ ഒരു കൂടിച്ചേരലങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഏകതയങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ കല്യാണം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അത്ഭുതകരമായ മാറ്റമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് സൗന്ദര്യമാണ് ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. അല്ലല്ലോ. അല്ലെങ്കിൽ സമ്പന്നതയാണ് അടിസ്ഥാനം. അല്ലല്ലോ. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്കിടയിലുണ്ടാകും 80 വയസ്സായ പുരുഷൻ, ആ സഹോദരൻ്റെ ഭാര്യക്കുണ്ടാകും 75 വയസ്സ്, 5 വയസ്സതല്ലെങ്കിൽ 10 വയസ്സ്. രണ്ടുപേരും വാർദ്ധക്യത്തിലായിരിക്കും. പക്ഷേ ആ വാർദ്ധക്യത്തിൽ അവർ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് കാണുക. അല്ലാഹു തആല ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ. അത് ഈ പറഞ്ഞ സ്നേഹവും ദീനും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ അത് സാധ്യമാവുകയുള്ളൂ.
ഞാൻ പലപ്പോഴും തമാശയിൽ ആലോചിക്കാറുണ്ട്, പത്രത്തിലുണ്ടാവും 2 ഫോട്ടോ, ഒരിടത്തുണ്ടാകും ഇന്ന് വിവാഹിതരാകുന്നു. ഹേയ്, അതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്താണ് അവരുടെ ഒരു ഉഷാർ. ചെറുപ്പക്കാരനുണ്ടാവും, ഓ ഞാൻ എന്നോ വിവാഹിതനാവേണ്ടതായിരുന്നു എന്നുള്ളൊരു ഇരിക്കലായിരിക്കും അവൻ്റെ ഫോട്ടോയിൽ ഉണ്ടാവുക. പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവും വളരെ സന്തോഷത്തിൽ. അതിൻ്റെ അപ്പുറത്തുണ്ടാകും വിവാഹത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നു, മക്കൾ കൊടുത്ത ആശംസയായിരിക്കും. അതിലിരിക്കുന്ന ആ 2 ആളുകളുടെ മുഖം കണ്ടാൽ എന്തോ ഒരു വലിയ അപകടത്തിൽ അവർ പെട്ടതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. നമുക്കിടയിൽ അത് ഇല്ലാതിരിക്കാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതൊരു വലിയ അള്ളാഹു തമ്പുരാന്റെ നിശ്ചയമാണ്.